Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ പ്രൊജക്ട് മാനേജർ എന്ന പ്ലഗിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D Maxലേക്ക് 3D കണ്ടന്റ്സിനെ ആക്സസ് ചെയ്യുന്നതിനും പ്ലേസ് ചെയ്യുന്നതിനുമായി ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. നമുക്ക് ഈ ഒരു പ്രൊജക്ട് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് 3D Maxലേക്ക് മോഡൽസ്, മെറ്റീരിയൽസ്, ടെക്സ്റ്റേഴ്സ്, IS ലൈറ്റ്സ് തുടങ്ങിയ 3D കണ്ടന്റ്സിനെ ഓർഗനൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്വിക്കായി പ്ലേസ് ചെയ്യുവാൻ ഈ ഒരു പ്രൊജക്ട് മാനേജർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്ലഗിൻ നമ്മുടെ പ്രൊജക്റ്റുകളിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഈ ഒരു പ്രൊജക്ട് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് 3D മോഡൽസുകളെ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളുടെ ഈ ഒരു പ്രൊജക്ട് മാനേജർ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ മോഡൽസ് എന്ന ഈ ഒരു കാറ്റഗറി ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു കാറ്റഗറിയിലേക്ക് 3D മോഡൽസിൻ്റെ ഫോൾഡേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതിനായി ഈ ഒരു സെക്ഷനിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ഫോൾഡർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ആഡ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു 3D മോഡൽസിൻ്റെ ഒരു ലൈബ്രറിയാണ് ഈ ഒരു ഫോൾഡറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ 3D മോഡൽസിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഫോൾഡറിൽ അവൈലബിൾ ആയ എല്ലാ ഫോർമാറ്റുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ 3D Max, OBJ, FPX തുടങ്ങിയ ഏത് ഫോർമാറ്റുകളും നമുക്കിവിടെ നിന്ന് ആക്സസ് ചെയ്യുവാനും നമ്മുടെ 3D സീനുകളിലേക്ക് ക്വിക്കായി പ്ലേസ് ചെയ്യുവാനും നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. ആദ്യമായി ഞാൻ ഈ ഒരു 3D Max ഫയൽ തന്നെയാണ് ഇതിൽ ഇമ്പോർട്ട് ചെയ്യുവാൻ പോകുന്നത്. പ്രൊജക്ട് മാനേജറിൽ മെർജ് ചെയ്യുന്നതിനായി ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആദ്യമായി നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെർജ് വിത്ത് ഡിഫോൾട്ട് 3D Max എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 3D Maxൽ മെർജ് യൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഈ ഒരു വിൻഡോ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ ഒരു മോഡൽസ് 3D Maxൻ്റെ ആ ഒരു നോർമൽ മെത്തേഡിൽ തന്നെ മെർജ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോഡൽസ് 3D Maxലേക്ക് മെർജ് ആകുന്നതാണ്. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 3D Maxലേക്ക് വിത്ത് മെറ്റീരിയൽസ് ഈ ഒരു മോഡൽസ് മെർജ് ആയിരിക്കുകയാണ്. അടുത്തതായി ഒബ്ജക്റ്റുകളുടെ പ്ലേസ്മെൻറ്റ്, പൊസിഷൻ ആവശ്യത്തിനനുസരിച്ച് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. ആദ്യമായി നമ്മളൊരു സോഫയാണ് ഇതിലേക്ക് മെർജ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സോഫ സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായി തന്നെ നമ്മളുടെ ഒരു മോഡൽ നമ്മളുടെ ഒരു സീനിലേക്ക് മെർജ് ആയിരിക്കുകയാണ്. നമുക്കിതുപോലെ ഒരു വിൻഡോയും ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പ്ലേസ് ഓൺ എന്ന ഓപ്ഷനിൽ ഹോം ഗ്രിഡ് ഓൺലി എന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായി സെലക്ട് ആയിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെ പ്ലേസ് മോഡിൽ മൗസ് ക്ലിക്കാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ക്ലോൺ കാറ്റഗറിയിൽ ഇൻസ്റ്റൻസ് എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ്ഡ് ആയിട്ടുള്ള കോപ്പികൾ എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് അലൈൻ എന്ന ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അലൈൻ ടു നോർമൽ എന്ന ഓപ്ഷനിലാണ് ഇതിവിടെ സെറ്റ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ആവുകയും നമുക്ക് ആവശ്യമുള്ളിടത്ത് കഴ്സർ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് ഈ ഒരു സോഫ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്കിതുപോലെ 90 ഡിഗ്രി ഈ ഒരു സോഫ റൊട്ടേറ്റ് ആവുന്നതായി കാണാവുന്നതാണ്. ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു സോഫ ഇപ്പോൾ റൊട്ടേറ്റ് ആവുന്നത്. നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഈ ഒരു സോഫ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഒരു സോഫ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി റൊട്ടേറ്റ് ആവുന്നതായി കാണാവുന്നതാണ്. ഞാൻ ഈ ഒരു സോഫ ഇവിടെയാണ് ഇതിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. എസ്കേപ്പ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫയുടെ പ്ലേസ്മെൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഒരു ആം ചെയർ ആണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മൾ ഈ ഒരു ആം ചെയർ സെലക്ട് ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ആം ചെയർ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെ പോസ് ആകുന്നതാണ്.
ഇനി കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഫോം ആയ രീതിയിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ആംഗിളായൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഷിഫ്റ്റും കൺട്രോളും ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസിനെ മൂവ് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ആം ചെയറിനെ പ്ലേസ് ചെയ്യാം. ഇനി എസ്കേപ്പ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്തായി നമ്മളൊരു കോഫി ടേബിളാണ് ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇത് പ്ലേസ് ചെയ്യാം. നമ്മൾ ഈ ഒരു കോഫി ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അടുത്തായി നമ്മൾ ഈ ഒരു സീനിലേക്ക് ഒരു കർട്ടനാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു കർട്ടൻ സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം. കൺട്രോൾ ഹോൾഡ് ചെയ്ത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ പ്ലേസ് ചെയ്യാം. ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കർട്ടൻ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു കർട്ടൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അടുത്തായി കുറച്ച് ആക്സസറീസിനെയാണ് നമ്മൾ ഈ ഒരു കോഫി ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഡ്രാഗ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈ ഒരു കോഫി ടേബിളിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് പ്ലേസ് ആൻഡ് പെയിൻറ് എന്ന ഈ ഒരു ഓപ്ഷനിൽ പ്ലേസ് ഓൺ എന്ന ഓപ്ഷനിൽ ഹോം ഗ്രിഡ് ഓൺലി എന്ന ഓപ്ഷന് പകരം സീൻ ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ടോ സീൻ ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടോ നമുക്ക് ഒബ്ജക്റ്റുകളെ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇതുപോലെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഒരു കോഫി ടേബിളിൻ്റെ മുകളിൽ ഈ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ആവുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ടോ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ടോ ഇതുപോലെ ആവശ്യമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് ഒബ്ജക്റ്റുകളെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ക്രിയേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിനായി നമുക്ക് എസ്കേപ്പോ റൈറ്റ് ക്ലിക്കോ ചെയ്യാവുന്നതാണ്. നമ്മൾ മെർജ് ചെയ്ത ഓരോ മോഡൽസും മെറ്റീരിയലോട് കൂടിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്കിതിൽ അസറ്റ് ട്രാക്കിംഗ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു അസറ്റ് ട്രാക്കിംഗ് യൂസ് ചെയ്തുകൊണ്ട് മിസ്സിംഗ് ആയ മാപ്സിനെ സെലക്ട് ചെയ്യാനും തിരിച്ച് വീണ്ടും റീലിങ്ക് ചെയ്യുവാനും നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. വളരെ ഫാസ്റ്റായി തന്നെ മോഡൽസിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് മിസ്സിംഗ് ബിറ്റ് മാപ്സിനെ റീലിങ്ക് ചെയ്യുവാൻ നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ട് മാനേജറിലെ അസറ്റ് ട്രാക്കിംഗ് യൂസ് ചെയ്തുകൊണ്ട് മിസ്സിംഗ് ബിറ്റ് മാപ്സിനെ ഈ ഒരു സീനിലേക്ക് റീലിങ്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മിസ്സിംഗ് എന്ന ഈ ഒരു ഓപ്ഷനിൽ 0 ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിലുള്ള എല്ലാ മിസ്സിംഗ് ആയ മാപ്സിനെയും ഇതിലൂടെ റീലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഫാസ്റ്റായി ഒരു സീനിലെ മിസ്സിംഗ് ബിറ്റ് മാപ്സിനെ നമുക്ക് റീലിങ്ക് ചെയ്യാവുന്നതാണ്. അടുത്തായി എക്സ്പ്ലോറർ എന്ന ഓപ്ഷനിൽ മെറ്റീരിയൽസ് എന്ന ഈ ഒരു കാറ്റഗറിയും നമുക്കിവിടെ കാണാവുന്നതാണ്. വീറെ, കൊറോണ തുടങ്ങിയ മെറ്റീരിയൽ ലൈബ്രറീസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഏതൊരു മെറ്റീരിയലിനെ വേണമെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റായി അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ടെക്സ്റ്റേഴ്സ് എന്ന ഒരു കാറ്റഗറിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഈ ഒരു ആഡ് ഫോൾഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെക്സ്റ്റേഴ്സിൻ്റെ ഒരു ഫോൾഡർ ഇതിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റേഴ്സിനെ ക്വിക്കായി ഇവിടെ നിന്ന് ആക്സസ് ചെയ്യുവാനും സ്ലേറ്റ് മെറ്റീരിയലിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊരു മെറ്റീരിയലാണ് ഈ ഒരു ബിറ്റ് മാപ്പ് ഇവിടെ ആഡായി ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു റെൻഡർ എഞ്ചിനിലേക്കും ക്വിക്കായി നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അടുത്ത IS എന്ന കാറ്റഗറിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു കാറ്റഗറിയിലേക്ക് IS മാപ്സിൻ്റെ ഫോൾഡേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്ത ഫോൾഡേഴ്സാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു ഫോൾഡേഴ്സ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ മാപ്പിൻ്റെയും പ്രിവ്യൂ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു മാപ്സിൽ നിന്ന് ആവശ്യമുള്ള ലൈറ്റ്സിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. നമുക്കിവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ആൻഡ് പെയിൻറ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ലൈറ്റിനെ നമുക്ക് ആവശ്യമുള്ളിടത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹോം ഗ്രിഡ് എന്ന ഓപ്ഷനിൽ സീൻ ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അലൈൻ മോഡിൽ അലൈൻ ടു നോർമൽ എന്ന ഓപ്ഷന് പകരം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലൈൻ സ്മാർട്ട് എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്ക് ഈ ഒരു ലൈറ്റ്സിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് 3D കണ്ടൻസിനെ ക്വിക്കായി പ്ലേസ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു പ്രൊജക്ട് മാനേജർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് 3ds Maxന്റെ വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്ലഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുകയോ ഡെമോ വെർഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി സ്ക്രിപ്റ്റിംഗ് എന്ന ഈ ഒരു ഓപ്ഷനിൽ
റൺ സ്ക്രിപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത പ്ലഗിൻ്റെ ഫോൾഡർ ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ ഒരു പ്രൊജക്ട് മാനേജറിൻ്റെ ഈ ഒരു MCP ഫയൽ ഇതിൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രൊജക്ട് മാനേജറിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വിൻഡോ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്കിതിൽ ഈ ഒരു ലൈസൻസ് അഗ്രിമെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷൻ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് പ്രൊജക്ട് മാനേജറിൻ്റെ ഈ ഒരു മെനു ഇവിടെ ആഡ് ആയതായി ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ട് മാനേജർ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഇതിനൊരു ബട്ടനായി ആഡ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ടൂൾ ബാർസ് എന്ന കാറ്റഗറിയിൽ സ്റ്റുഡിയോ എന്ന ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം. റൺ പ്രൊജക്ട് മാനേജർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ടൂൾ ബാറിലേക്ക് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യുവാനും അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ പ്രൊജക്ട് മാനേജറിനെ ആക്സസ് ചെയ്യുവാനും നമ്മളുടെ സീനുകളിലേക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.